സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പ്രിയങ്ക മേശപ്പുറത്ത് സ്റ്റൂൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി ബൾബ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം അതുവഴി പോകുന്ന ജയഭാരതി അമ്മയാണെങ്കിൽ വാതിൽ തുറന്നിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ ഈ കാഴ്ച കണ്ട് ഞെട്ടലോടുകൂടി റൂമിൻ്റെ അരികിലേക്ക് വന്ന് നോക്കുവാണ്. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ബൾബൊക്കെ മാറ്റിയിട്ടിട്ട് സ്റ്റൂളിൽ നിന്നും കട്ടിലേക്ക് ചാടി ഇറങ്ങുവാണ്. അതുകൂടി കാണുന്നതോടെ തൻ്റെ സംശയങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പിച്ച് നിൽക്കുവാണ്ടോ ജയഭാരതി അമ്മ. ഈ സമയം പെട്ടെന്ന് തിരിയുന്ന പ്രിയങ്കയാണെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്ന ജയഭാരതിനെ കാണുവാണ്. സുകുമാരിയും കാണുവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പ്രിയങ്ക അങ്ങ് അഭിനയം തുടങ്ങുക. ഹായ് മുത്തശ്ശി, ലൈറ്റ് കത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കാൻ തുടങ്ങുവാണ്. അന്നേരം സുകുമാരി പ്രിയങ്കയോട് ദേഷ്യപ്പെടുന്നുണ്ട്. മോളെ സൂക്ഷിക്കണ്ടേ, ബൾബ് ഇടണമെന്ന് പറഞ്ഞ് ചാടി കയറിയിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യാവുന്നത്? ഇങ്ങനെയൊക്കെ ചാടിയാൽ മോളുടെ പറ്റി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ? അല്ലെങ്കിൽ മോൾ നടുവൊടിഞ്ഞ് എവിടെയെങ്കിലും വീഴില്ലേ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ഈ വീട്ടിൽ ആരാ ഉള്ളത്? ഈ വയ്യാത്ത മുത്തശ്ശി തന്നെ വേണ്ടേ ഇതിനെല്ലാം ഓടി നടക്കാൻ? അതുകൊണ്ട് മോളിനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. എന്നിട്ട് ജയഭാരതിയുടെ അരികിലേക്ക് എന്നിട്ട് പറയണേ, എന്ത് പറയാനാ, ഞാൻ ബൾബ് മാറ്റി കയറാൻ തുടങ്ങുമായിരുന്നു. അന്നേരം ഇവളത് കണ്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങി കയറിയതാണ്. പണ്ട് ചെറുതിലേ ഇവളിങ്ങനെയായിരുന്നു. ഇതുപോലെ ഒരിക്കലേ ബൾബ് മാറ്റാൻ ആൾ വന്ന സമയത്ത് ഇവൾ അതിൻ്റെ ഉള്ളിൽ കൈയിട്ടു, എന്നിട്ട് ഷോക്ക് അടിക്കുകയും ചെയ്തു. അത് കേട്ടിട്ട് ജയഭാരതി ചോദിക്കണേ, ആണോ, അങ്ങനെ ഷോക്ക് അടിച്ചിട്ടാണോ കൊച്ചുമോൾക്കിപ്പോൾ ഈ അവസ്ഥയിലായത്? അങ്ങനെ പറഞ്ഞ ജയഭാരതിയും അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം സുകുമാരി പ്രിയങ്കയോട് പറയണേ, അല്ല അവർക്കിനി എന്തെങ്കിലും സംശയം തോന്നിക്കാണോ? നീ സ്റ്റൂളിൽ നിന്ന് ചാടി ഇറങ്ങിയത് ആകെ പ്രശ്നമായത്. അന്നേരം പ്രിയങ്ക പറയണേ, ഓ അത് ഞാൻ അറിഞ്ഞു, ഈ തള്ളി ഇവിടെ വന്ന് നിൽക്കുന്ന കാര്യമൊക്കെ. എന്നാലും അവരെ കണ്ടപ്പോൾ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയില്ലേ, അതുകൊണ്ട് അവർക്ക് സംശയമൊന്നും ഉണ്ടായി കാണില്ലായിരിക്കും അല്ലേ മുത്തശ്ശി? ആർക്കറിയാം, ഒന്നുമില്ലെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാൻ കിട്ടിയൊരു അവസരം ഇടുന്നത് അതും കൂടി ഇനി ഇല്ലാതെ പോകും. ഇല്ല മുത്തശ്ശി, അവർക്കങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാൽ അത് മാറ്റേണ്ട രീതിയിൽ ഞാൻ തന്നെ അഭിനയിച്ചോളാന്നേ. മുത്തശ്ശി അതോർത്ത് പേടിക്കുകയൊന്നും വേണ്ട. പിന്നീട് കാണിക്കുന്നത് ജയഭാരതി അമ്മ പ്രിയങ്കയുടെയും സുകുമാരിയുടെ റൂമിൽ കണ്ട കാര്യങ്ങളെല്ലാം രാധികയോട് പറയുവാണ്. അതൊക്കെ കേട്ട് രാധിക വിശ്വസിക്കാനാവാതെ നിൽക്കുക. സത്യമാണ് മുത്തശ്ശി, പിന്നല്ലാതെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയല്ലേ. ബൾബ് മാറ്റിയിട്ടതൊക്കെ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ചാടി ഇറങ്ങിയ കാഴ്ചയുണ്ടല്ലോ. ഗർഭിണിയായ ഒരു പെൺകുട്ടി അങ്ങനെയൊക്കെ ചാടാമോ? ഇല്ലല്ലോ. മാത്രമല്ല പ്രിയങ്കക്ക് 2-3 മാസമായിരുന്നല്ലേ സുകുമാരിയമ്മ പറയുന്നത്. സുകുമാരിയെ പോലെ പേരക്കുട്ടിയോട് ഇത്രയധികം ഇഷ്ടമുള്ളൊരു മുത്തശ്ശി ഈ മാസമുള്ള ഒരു പെൺകുട്ടിയെ ബൾബ് മാറ്റാനൊക്കെ ആയിട്ട് സ്റ്റൂളിൻ്റെ പൊക്കത്തേക്ക് വലിച്ചു കയറാൻ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രാധികയെ? അതും തലയ്ക്ക് സ്ഥിരതയില്ലാത്തൊരു പെണ്ണിനെ. അതുവരെ മുത്തശ്ശി ചിലപ്പോൾ പ്രിയങ്ക നിർബന്ധിച്ച് കയറിയതായിക്കൂടെ? ഓ എൻ്റെ രാധിക മോളെ, അങ്ങനെയാണെങ്കിൽ ശരി, അവരതിനെ സമ്മതിച്ച് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിലും ഈ വീട്ടിൽ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള പിടിവല്ലേ അല്ലേ? അവരുടെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ്, ഇത് ഞാൻ സംശയിച്ച് തന്നെയാ മോളെ. നമ്മൾ സംശയിച്ചതുപോലെ തന്നെ പ്രിയങ്കയുടെ ഗർഭം സുകുമാരിയമ്മ കരുതിക്കൂട്ടി ഉണ്ടാക്കിയൊരു നാടകം തന്നെയാണ്. അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. ഈ സമയം രാധിക പറയണേ, ശരി, ഇനി മുത്തശ്ശി പറയുന്നത് പോലെ അത് അവരുടെ നാടകം തന്നെയാണെന്നിരിക്കട്ടെ. പ്രിയങ്ക യഥാർത്ഥത്തിൽ ഗർഭിണിയല്ലാന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മളതെങ്ങനെ തെളിയിക്കും ഇവിടെയുള്ള എല്ലാവരുടെയും മുമ്പിൽ? എന്നാലല്ലേ വറുണിൻ്റെ നിലപരാധിത്വം നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. ഈ സമയം ജയഭാരതി പറയണേണ്, അതിനൊരു വഴിയുണ്ട്. ഇത്ര നാളും സുകുമാരിയുടെ പ്രശ്നം പ്രിയങ്ക ഗർഭിണിയായിട്ടും നമ്മളവളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നല്ലേ, നമ്മളവൾക്ക് ആവശ്യത്തിന് വേണ്ട കെയർ കൊടുക്കുന്നില്ല എന്നല്ലേ. അതെല്ലാം ഇന്നത്തോടെ നമ്മൾ പരിഹരിക്കാൻ പോകുവാണ്. നമ്മൾ പ്രിയങ്കയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും കെയർ ചെയ്യാനായിട്ട് പോകുന്നു. ഇതുപോലൊരു കള്ളവും കൊണ്ട് സുകുമാരി അമ്മക്ക് എന്നാണെങ്കിലും അധിക നാളൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല മോളെ. സുകുമാരിയുടെ കള്ളത്തരങ്ങൾക്കുള്ള അവസാനം നമ്മൾ കാണാൻ പോകുവാണ്. അധികം വൈകാതെ തന്നെ ഈ കള്ളക്കളി നമ്മൾ പൊളിച്ചിരിക്കും. അതേ മുത്തശ്ശി, എനിക്കും ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട്, ഇത് ഉടനെ തന്നെ നമുക്ക് എല്ലാവർക്കും മുമ്പിൽ തെളിയിക്കാൻ പറ്റുമെന്ന്. എന്താണെങ്കിലും മുത്തശ്ശിയോടൊപ്പം ഞാനും എന്തിനും കട്ടക്ക് കൂടെയുണ്ട്. അങ്ങനെ രാധികയും മുത്തശ്ശിയും കൂടി ചേർന്ന് സുകുമാരിയുടെയും പ്രിയങ്കയുടെയും കള്ളക്കളികളെ പൊളിക്കാൻ തന്നെ തീരുമാനിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഹോളിൽ പ്രിയങ്കയ്ക്ക് കഴിക്കാനുള്ള ആപ്പിളൊക്കെ എടുത്ത് പ്ലേറ്റിലാക്കിയിട്ട് മുത്തശ്ശി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി അവിടെ പോയി മറിഞ്ഞു നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും പത്മിനി താഴത്തേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നത്. അത് കാണുന്നതും മുത്തശ്ശി വേഗം തന്നെ പ്രിയങ്കൻ്റെ അരികിലേക്ക് ഓടിയിട്ട് പ്രിയങ്കയ്ക്ക് ഒരു ആപ്പിൾ എടുത്ത് കൊടുക്കുക. ആ പത്മിനി വരുന്നുണ്ട്, നീ തുടങ്ങിക്കോ. പാവം മോളിത് കഴിക്കേ. നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നിന്നെപ്പോലെ സുന്ദരിയാവണ്ടേ, നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവണ്ടേ. അങ്ങനെ വേണമെങ്കിൽ ഇതൊക്കെ കഴിച്ചേ പറ്റുള്ളൂ. ഈ സമയം പത്മിനിയും വന്ന് ഇതിങ്ങനെ നോക്കി നിൽക്കുവാണ്. അന്നേരം സുകുമാരി പറയണേ, എൻ്റെ പത്മിനി ഒന്നുമില്ലെങ്കിലും വയറ്റിലൊരു കുഞ്ഞിനെ ചുമക്കുന്നവളല്ലേ എൻ്റെ പ്രിയങ്ക മോള്. അവളോട് കുറച്ചെങ്കിലും ഒന്ന് അലിവ് കാണിച്ചുകൂടെ? കുഞ്ഞിന് വേണ്ട പോഷകാഹാരങ്ങളൊക്കെ കൊടുക്കേണ്ട സമയവും ഇത്. കുഞ്ഞിന് നിറവും സൗന്ദര്യവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നല്ല നല്ല ഗുണമുള്ള ഫ്രൂട്ട്സും മറ്റ് സാധനങ്ങളൊക്കെ കഴിക്കണം. പത്മിനി വരുണിനോട് പറഞ്ഞ് കുറച്ച് കുങ്കുമപ്പൂവ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുമോ? വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മാത്രം മതി. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ എൻ്റെ പ്രിയങ്ക മോൾക്ക് അതൊക്കെ കലക്കി കൊടുത്തോളാം.
അന്നേരം പത്മിനി ചോദിക്കണേ, നിങ്ങൾക്ക് എന്താ സുകുമാരിയമ്മേ, എന്നെക്കൊണ്ട് ഇപ്പം ചെയ്യിച്ച ചടങ്ങുകളൊന്നും മതിയായില്ലേ? ഇനിയും ഓരോന്നൊക്കെ പറഞ്ഞ് ചെയ്യിക്കണം അല്ലേ? അതേക്കുന്നത് സുകുമാരി പറയണേ, ഓ ഇത് കൊള്ളാം, ഇപ്പം ഞാനിപ്പോൾ ഒരു ചടങ്ങ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് വലിയ കുറ്റമായി പോയത്. ഇതുപോലെ ഗർഭിണിയായ അവസ്ഥയിലുള്ള മരുമക്കൾ ഉള്ളവരൊക്കെ എന്തൊക്കെ ചടങ്ങുകൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതെന്നറിയോ? അതൊന്നും ഞാൻ ചെയ്യിച്ചില്ലല്ലോ. ഈ സമയത്തായിരിക്കോട്ടോ ജയഭാരതിയമ്മയും രാധിക അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ എന്താ പത്മിനി? അന്നേരം പത്മിനി പറയണേ, ഇവർക്ക് എന്നോട് പറയുവാണ് വരനോട് പറഞ്ഞ് പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട് കുങ്കുമപ്പൂ വാങ്ങിച്ചു കൊടുക്കണം പോലും. ഓരോ പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുക. അന്നേരം ജയഭാരതി പറയണേ, എന്താ പത്മിനി നീ അങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ലെങ്കിലും പ്രിയങ്ക ഗർഭിണിയായിട്ടുള്ളൊരു കുട്ടിയല്ലേ. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു സമയത്ത് അവൾ കുങ്കുമപ്പൂവും അതുപോലെയുള്ള നല്ല പോഷകാഹാരങ്ങളൊക്കെ കഴിച്ചാലല്ലേ അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് ആരോഗ്യത്തോടു കൂടി ഇരിക്കും. അത് കേട്ടിട്ട് സുകുമാരി പറയണേ, അങ്ങനെ അറിയാവുന്നവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്ക്. അല്ലെങ്കിലും ആദ്യമായിട്ട് നിങ്ങളൊരു നല്ല കാര്യം പറഞ്ഞല്ലോ. ഈ സമയം ജയഭാരതി പറയണേ, ഒന്നുമില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഒരാളുടെ കുഞ്ഞല്ലേ ഇവിടെ വയറ്റിലുള്ളത്. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മളല്ലേ. അങ്ങനെ ജയഭാരതിയുടെ വാക്കുകളൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുവാണ്ടോ പത്മിനി. ഈ സമയം ജയഭാരതി സുകുമാരിയോട് ചോദിക്കണേ, അല്ല സുകുമാരിയമ്മേ, പ്രിയങ്കയ്ക്ക് ഇത് എത്രാം മാസം? ആ ചോദ്യം കേൾക്കുന്നതും സുകുമാരിയമ്മ ഞെട്ടലോട് കൂടി നിൽക്കുവാണ് കേട്ടോ. അല്ല അതൊക്കെ ഇപ്പം എന്തിനാ നിങ്ങളറിഞ്ഞിട്ട്? അത് കൊള്ളാം, എൻ്റെ പേരക്കുട്ടിയുടെ കുഞ്ഞല്ലേ ഇവളുടെ വയറ്റിലുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയണ്ടേ? അത് പിന്നെ പ്രിയങ്കയ്ക്ക് ഇപ്പോൾ 3 മാസമായി. ഓ അങ്ങനെയാണോ രാധിക മോളെ? ഈ 3-ാം മാസത്തിൽ ഗർഭിണികൾക്ക് ചെക്കപ്പൊക്കെ ചെയ്യേണ്ട സമയമല്ലേ? അതേ മുത്തശ്ശി, നമുക്ക് പ്രിയങ്കേനെ കൂട്ടി ഇന്ന് തന്നെ ചെക്കപ്പിന് പോകാം. ഇന്ന് മാത്രമല്ല എല്ലാ മാസവും ചെക്കപ്പ് വേണം. ഇപ്പോൾ പകർച്ചവ്യാധികളൊക്കെ കൂടി വരുന്ന സാഹചര്യമല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ശരിയാ മോള് പറഞ്ഞത്. എന്നാൽ പിന്നെ സുകുമാരിയമ്മേ, പ്രിയങ്കയെ വേഗം റെഡിയാക്കി കൊണ്ടുപോവാ. നമുക്ക് ഇപ്പം തന്നെ ഡോക്ടറെ കാണാനിട്ട് ഹോസ്പിറ്റലിൽ പോകാം, ചെക്കപ്പ് നടത്താം. അത് കേട്ടിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ പെട്ടുപോയ മട്ടിൽ നിൽക്കുവാണ് സുകുമാരി പ്രിയങ്കയും. ഈ സമയം പത്മിനിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകുവാണ്. അങ്ങനെ പത്മിനിയും പറയണേ, ശരിയാ സുകുമാരിയമ്മേ. അമ്മേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് താരേൻ്റെ അടുത്ത് കൊണ്ടുപോയാലോ? അവളും ഇടിക്കുക. സുകുമാരിയമ്മേ എന്നാൽ വേഗം തന്നെ പ്രിയങ്കയെ റെഡിയാക്ക്, നമുക്ക് ഉടനെ തന്നെ ഡോക്ടറിൻ്റെ അരികിലേക്ക് പോകാം. അന്നേരം സുകുമാരി പറയണേ, അതൊന്നും ആവശ്യമില്ല. എൻ്റെ മോൾക്ക് ഡോക്ടറെ കാണിക്കണമെങ്കിൽ അതിന് നിങ്ങളാരുടെ സഹായം വേണ്ട, ഞാൻ തന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. ഈ സമയം ജയഭാരതി പറയണേ, അത് കൊള്ളാം. ഇത്ര നാൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രിയങ്കയുടെ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കില്ല എന്നായിരുന്നല്ലോ. ഇപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അതും കുറ്റമായോ? ഈ സമയം രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി സമ്മതിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി പ്രിയങ്കയെ ഞങ്ങൾ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കും. അന്നേരം മുത്തശ്ശിയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് പ്രിയങ്കയോട് പറയണേ, പ്രിയങ്കയെ നീ വന്നേ, എണീറ്റേ, എൻ്റെ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാലോ. അതിന് നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. മോളി ആപ്പിളൊക്കെ എടുത്ത് നമുക്ക് റൂമിൽ പോയിരുന്ന് കഴിക്കാം. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി പ്രിയങ്കയെ കുട്ടി റൂമിലേക്ക് പോകുവാണ്. ഈ സമയം പത്മിനിയെ രാധികയോടും മുത്തശ്ശിയോട് ചോദിക്കണേ, അല്ലമ്മേ എനിക്ക് മനസ്സിലാവാത്തതേ ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമല്ലേ തോന്നേണ്ടത്, പിന്നെന്താ അവരിങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? അത് കേട്ടിട്ട് ജയഭാരതിയമ്മ പറയണേ, പത്മിനി നിനക്കിപ്പോഴും മനസ്സിലായില്ലേ, കള്ളക്കളി പൊളിയോ എന്നുള്ള പേടിയാണ് സുകുമാരിക്ക്. ഏതൊരാണിനെയും കുറ്റക്കാരനാക്കാൻ ഒരു പെണ്ണ് ഇതുപോലെ അവനെ ചൂണ്ടിക്കാണിച്ച് പറയുന്ന ഒരൊറ്റ വാക്ക് മതിയല്ലോ. ആ ഒരു കാര്യം വെച്ച് തന്നെ സുകുമാരിയമ്മയും എത്ര നാൾ കളിച്ചത്. അത് പൊളിഞ്ഞു പോകുമെന്നുള്ള ഭയമാണ് അവർക്കുള്ളതിപ്പോൾ. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ വരനെ തല ഉയർത്തിപ്പിടിച്ച് ഇവരുടെയൊക്കെ മുമ്പിലൂടെ നിർത്തണ്ടേ? അവൻ്റെ തല താഴ്ന്ന് ഇങ്ങനൊരു അപമാനം അവൻ്റെ തലയിൽ വന്നപ്പോൾ നീ എത്രത്തോളം വിഷമിച്ചു എന്ന് എനിക്കറിയാം. അതിനൊക്കെ ഒരവസാനമാകാൻ പോകുവാണ്. ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ ശനിയും എത്രയും പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോകാൻ പോകുവാണ്. അങ്ങനെ അതൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ പത്മിനി. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുന്ന വരുണിനെയാണ്. ഈ സമയം ജയഭാരതി അമ്മയും രാധിക വരുണിൻ്റെ അരികിലേക്ക് പോകുക. എന്നിട്ട് രാധിക പറയണേ, ഒരു സന്തോഷമുള്ള വാർത്തയുണ്ട്. എന്താ അത്? ഇന്നേ ഞാനും മുത്തശ്ശിയും കൂടി സുകുമാരി മുത്തശ്ശിയോട് പ്രിയങ്കയ്ക്ക് എത്ര മാസമെന്ന് ചോദിച്ചു. 3 മാസം എന്ന് പറഞ്ഞപ്പോൾ 3-ാം മാസത്തിലെ ചെക്കപ്പ് ചെയ്യാൻ പ്രിയങ്കയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ചു. എന്നാലേ മുത്തശ്ശി സമ്മതിച്ചില്ല, ഞങ്ങളോട് തട്ടിക്കേറി. ഒരു കാരണവശാലും പ്രിയങ്കയെ ചെക്കപ്പിന് ഞങ്ങളുടെ കൂടെ വിടില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു. അന്നേരം ജയഭാരതിയമ്മ പറയണേ, എന്താ കാര്യം? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലേ അവരുടെ കള്ളക്കളി പൊളിയോ എന്നുള്ള ഭയമുണ്ട്. ഇത്രയും നാൾ കെട്ടിക്കൊണ്ടുവന്ന നുണയുടെ കൊട്ടാരം പൊളിഞ്ഞു പോയല്ലോ എന്നുള്ള പേടി. അന്നേരം വരൻ പറയണേ, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് രണ്ടിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, എന്നിട്ട് എല്ലാ കള്ളക്കളയും പൊളിക്കണം. അതെങ്ങനെയാ? അവർ രണ്ടാളും വന്നിട്ട് വേണ്ടേ? പ്രിയങ്കയെ ഹോസ്പിറ്റലിലേക്ക് വിടില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുമല്ലേ സുകുമാരിയമ്മ. അന്നേരം വരുൺ പറയണേ, ഞാനെന്താണെങ്കിലും ഇപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങുമല്ലോ, അപ്പോൾ മിക്കവാറും അവർ എൻ്റെ മുമ്പിലേക്ക് ആ പ്രിയങ്കയെ കിട്ടിയോ എന്ന് വിളിച്ചുകൊണ്ട് വരും. ആ സമയം ഒരു ചവിട്ട് കൊടുത്തിട്ടെ നമുക്ക് അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം. അത് കേട്ടിട്ട് ജയഭാരതി പറയണേ, കണ്ടില്ലേ എന്തെങ്കിലും പറഞ്ഞാൽ ഇവൻ ഇതുപോലെ
എടുത്ത് ചാടി ഓരോന്ന് പറയും. അങ്ങനെ ഒരു ചവിട്ടും തൊഴിൽ കൊടുക്കാനാണെങ്കിലേ അത് നമുക്ക് എപ്പോഴും ചെയ്യായിരുന്നു. അങ്ങനെ ചെയ്തതിന് ശേഷം നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് ഞാനും ഇവളും കരഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ? അല്ല അതിരിക്കട്ടെ, നിങ്ങൾ 2 ചാരവനിതകളുടെയും അന്വേഷണമൊക്കെ ഇവിടെ വരെ എത്തി. എന്തായി? സംശയമൊക്കെ ബലപ്പെട്ടോ? ഏതാണ്ട് 75% ഉറപ്പായി ഇത് കള്ളഗർഭം തന്നെയാണെന്ന്. പക്ഷേ അപ്പോൾ ഒരു 25% ഉണ്ട്. അത് അധികം വൈകാതെ തന്നെ ഞങ്ങൾ തെളിയിക്കും അല്ലേ മോളെ? പിന്നല്ലാതെ. ഈ സമയം വരുൺ പറയണേ, അതെന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ തെളിയിക്കണം. എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റായി. നാളെ പുതിയ മാനേജർക്കുള്ള ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഞാൻ വേഗം ഉറങ്ങട്ടെ. അങ്ങനെ പറഞ്ഞ് വരുൺ അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലിരുന്ന് സംസാരിക്കുന്ന പ്രിയങ്കേനെയും മുത്തശ്ശീനെയുമാണ് കേട്ടോ. പ്രിയങ്ക പറയണേ, അല്ല മുത്തശ്ശി, അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മോളെ. അതാണ് അവരുടെ ചോദ്യവും നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഈ താല്പര്യമൊക്കെ. ഈ സമയം പ്രിയങ്ക പറയണേ, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും മാറ്റം വന്നതാണെങ്കിലോ, അവരത് ആത്മാർത്ഥത്തോടെ തന്നെ പറഞ്ഞതാണെങ്കിലോ? എൻ്റെ പ്രിയങ്കയെ, നിന്നെപ്പോലെ ഇങ്ങനെ മണ്ടത്തരം ചിന്തിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അവരുടെ മനസ്സിൽ എന്താ ചിന്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. എന്താണെങ്കിലും അവരായിട്ട് നമ്മളെ പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട്, സത്യം പറയാലോ മുത്തശ്ശി, എനിക്ക് ഇങ്ങനെയുള്ള ഇന്നിപ്പം ഈ അഭിനയമൊക്കെ സത്യം പറഞ്ഞാൽ മടുത്തു തുടങ്ങി. വല്ലാത്തൊരു മുഷിച്ചിൽ തന്നെ ഇത്. വല്ല ഡൽഹിയിലോ മറ്റോ പോയിട്ട് എന്തെങ്കിലും മോഡലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ എനിക്ക് ലക്ഷങ്ങൾ സമ്പാദിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ തന്നെ ഇതുപോലെയുള്ള നാടകമൊക്കെ കളിച്ച് നിൽക്കണോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഈ സമയം സുകുമാരി പറയണേ, നീ പറയുന്നത് ശരിയാ. നിനക്ക് മോഡലിംഗ് ചെയ്ത് മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരിക്കലും കോടാനുകോടി സമ്പത്തുള്ള തണിമകൻ പോലൊരു കുടുംബത്തെ മരുമകളായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നീയെ ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജീവിതാവസാനം വരെ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ നീ ആഗ്രഹിക്കുന്നത് നടത്തി തരാൻ ആൾക്കാരെയൊക്കെ വെച്ച് രാജകുമാരിയെ പോലെ ജീവിക്കാം. അത് നീ ആലോചിച്ച് നോക്ക്. എന്നാലും ഞാൻ ഓർക്കുന്നതേ, ആ രാധിക ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നതെന്നാണ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടും നിൻ്റെ വയറ്റിലൊരു കൊച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവനും രാധികയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു കോട്ടവും സംഭവിച്ചില്ലല്ലോ. ഈ സമയം പ്രിയങ്ക പറയണേ, അത് പിന്നെ പണ്ട് മുതൽ അങ്ങനെയാണല്ലോ. ഭക്തിയുടെയും സംസാരത്തിൻ്റെയും ത്യാഗത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് അവൾക്കെല്ലാവരും മയക്കി വെക്കാനുള്ള കഴിവുണ്ടല്ലോ. അതുകൊണ്ടല്ലേ അവൾക്കിങ്ങനെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ വന്നുകൂടുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, എവിടെ നിന്ന് വന്ന ഫിദ മാഡം അവൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത്. എത്ര ഉയരത്തിലാണ് അവളെ കൊണ്ട് എത്തിക്കുന്നത്. അന്നേരം സുകുമാരിയമ്മ പറയുന്നുണ്ട്, എന്താണെങ്കിലും നമ്മൾ അവരെ ഇല്ലാതാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചില്ലേ, ഇനി അതിൽ നിന്ന് പിന്നോട്ടൊരു ചുവട് പോലും നമ്മൾ വെക്കുന്നില്ല. അവർ പിടികൂടുന്നതിന് മുമ്പ് തന്നെ അവർക്കിട്ട് ഇത് വെച്ച് തന്നെ ഒരു നല്ല പണി കൊടുക്കണം. അങ്ങനെ മറ്റെന്തോ പ്ലാൻ തലയിലിരിച്ച് അത് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുവാണ് സുകുമാരിയമ്മ. പിന്നീട് കാണിക്കുന്നത് രാധിക ഭഗവാന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഭഗവാനെ, ഇവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ നീ കാണുന്നില്ലേ? ഈ കുടുംബം വല്ലാത്തൊരു പ്രതിസന്ധി അവസ്ഥയിലായിപ്പോൾ പെട്ടുപോയിരിക്കുന്നത്. മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും അഴിഞ്ഞാട്ടാണ് ഇവിടെ നടക്കുന്നത്. അവർ കാണിക്കുന്ന ഈ കള്ളത്തരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം. അതിന് നീ ഞങ്ങളുടെ കൂടെ കൂട്ടു നിൽക്കില്ലേ? വരുണിനെയും ഈ കുടുംബത്തിനെ ഇത്രയും ദിവസം നാണം കെടുത്തിക്കൊണ്ട് മുത്തശ്ശിയും പ്രിയങ്കയും ചേർന്ന് കളിച്ച കളി അത് എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം. എല്ലാവർക്കും സത്യം ബോധ്യപ്പെടണം. ഇപ്പം തന്നെ ഈ കുടുംബം ഒത്തിരി പേരുടെ മുമ്പിൽ നാണം കിട്ടു. കുടുംബത്തിനുണ്ടായ എല്ലാ അന്തസ്സും അഭിമാനവും ഒക്കെ തകർന്നു. ഇനിയും ഞങ്ങളെ പരീക്ഷിക്കല്ലേ? അങ്ങനെ പറഞ്ഞ് ഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ച് നിൽക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്